എന്റെ തലമുടിക്ക് നല്ല സുഗന്ധം പകർത്തു. എന്റെ തലമുടിയുടെ സുഗന്ധത്താൽ ഷെഹൻഷാ മതിമറന്നു പോകണം. ഏയ് നോക്കൂ ബീഗം, അങ്ങുമുടി എത്ര സുഗന്ധമുള്ളതാക്കിയാലും ഷെഹൻഷായെ ഒന്ന് കാണാനെങ്കിലും കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഭാഗ്യമാണെന്ന് കരുതിയാൽ മതി. നിങ്ങൾ പറയുന്നത് എനിക്ക് അദ്ദേഹത്തെ കാണാൻ പോലും സാധിക്കില്ലെന്നാണോ? ഇല്ല, ഇല്ലെന്നേ. പക്ഷെ ഒരു കാര്യം മറക്കരുത്, ഞാനും അദ്ദേഹത്തിന്റെ ബീഗമാണെന്ന്. നിങ്ങൾ ബീഗമാണെങ്കിൽ അവരതിലും മഹത്വമേറിയ ബീഗമാണ്. അവർ കണ്ണുകളിൽ മാത്രമല്ല, നേരെ അദ്ദേഹത്തിന്റെ ഹൃദയത്തിലാണ് കടന്നിരിക്കുന്നത്. എന്തു പ്രത്യേകതയാണ് ആ സ്ത്രീക്ക്? അങ്ങനെ എന്താണ് റുക്കിയയിലുള്ളത് എന്നിലില്ലാത്തതായി? അവളിലുള്ളത് നിങ്ങൾ ആരിലും ഇല്ലാത്ത ഒന്നാണ്, സൗന്ദര്യം. അവളായിരുന്നു ഭാര്യമാരിൽ ഏറ്റവും പ്രധാനപ്പെട്ടവൾ. ജലാലിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവൾ അവളായിരുന്നു. അവൾ അങ്ങനെ ഒരു പെൺകുട്ടിയായിരുന്നു, എപ്പോഴും ജലാലിനോടൊപ്പം നിൽക്കുന്ന. അവൾ ഒരിക്കലും ജലാലിനെ പരാജയം അഭിമുഖീകരിക്കാൻ അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് അയാളുടെ ഹൃദയത്തിലായിരുന്നു അവളുടെ സ്ഥാനം. അവൾ ജലാലിന്റെ ബാല്യകാല സുഹൃത്തായിരുന്നു. 9-ാം വയസ്സിലാണ് അവളുടെ വിവാഹം നടന്നത്. അപ്പോൾ മുതൽ അവൾക്ക് അയാളെ അറിയാമായിരുന്നു. അവൾ അങ്ങനെ ഒരു പെൺകുട്ടിയായിരുന്നു. ഒരൊറ്റ നോട്ടം കൊണ്ട് തന്നെ ജലാലിന്റെ മനസ്സ് മനസ്സിലാക്കാൻ കഴിയുന്ന അവൾ ജലാലിന്റെ സുഹൃത്തായിരുന്നു, ഭാര്യയുമായിരുന്നു, അയാളുടെ ജീവിതമായിരുന്നു, മനസ്സുമായിരുന്നു. ജലാൽ സ്വയം അയാളെ എത്രമാത്രം വിശ്വസിച്ചിരുന്നോ അത്രയും തന്നെ അയാൾ റുഖിയയെയും വിശ്വസിച്ചിരുന്നു. റുഖിയ ജലാലിന്റെ പ്രണയമായിരുന്നു, ഓരോ ലക്ഷ്യത്തിലും വിജയത്തിന്റെ കാരണവും. കാണാൻ അവൾ ഒരു സാധാരണ പെൺകുട്ടിയായിരുന്നു, എന്നാൽ അവളുടെ ശീലങ്ങളെല്ലാം വളരെ വിലയേറിയതായിരുന്നു. അതിനാൽ ജലാൽ അവളുടെ എല്ലാ കാര്യങ്ങളും പ്രത്യേകമായി നിറവേറ്റി. മുഗളന്മാരുടെ ഷഹൻഷാ ജലാലുദ്ദീൻ മുഹമ്മദ്. മുഗളന്മാരുടെ ഷഹൻഷാ ജലാലുദ്ദീൻ മുഹമ്മദ്. ബീഗം റുഖിയ ഷെഹൻഷായുടെ വരവ് അറിയിച്ചു കൊള്ളുന്നു. ഷെഹൻഷാ ഇപ്പോൾ കവാടം കടന്നിരിക്കുകയാണ്. മുഗളന്മാരുടെ ഷഹൻഷാ ജലാലുദ്ദീൻ മുഹമ്മദ്. ബീഗം റുഖിയ, അവിടുത്തെ കാത്തിരിപ്പ് അവസാനിക്കുകയാണ്. ഷെഹൻഷാ തൊട്ടടുത്തെത്തിയിരിക്കുകയാണ്. സലാം ബീഗം റുഖിയ. ഷെഹൻഷാ സുഖകരമായി ആഗ്രയിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഷെഹൻഷാ എപ്പോ വേണമെങ്കിലും ഇവിടേക്ക് വരാം. ഇന്ന് ഞാൻ അദ്ദേഹത്തെ വിടില്ല. അഹങ്കാരത്തിനൊരു പരിധിയുണ്ട് നാദിമ. നീ മനഃപൂർവ്വം എന്നെ ഉപദ്രവിക്കുകയായിരുന്നു. ഞാനെന്തിനാ നിന്നെ ഉപദ്രവിക്കുന്നത്? എനിക്ക് സാധിക്കുമായിരുന്നെങ്കിൽ കണ്ണുകൾ കൊണ്ട് പോലും നിന്നെ സ്പർശിക്കില്ലായിരുന്നു. നീ വിചാരിച്ചാലും അത് നടക്കില്ല നാദിമ. ദേ കണ്ടില്ലേ, വിജയ ശ്രീലാളിതനായി ഷെഹൻഷാ മുമ്പിലെത്തി. എന്നാൽ ഈ സ്ത്രീകൾ ഇവിടെ പരസ്പരം മല്ലടിച്ചുകൊണ്ടിരിക്കുന്നു.
കണ്ടില്ലേ, എത്ര വേണമെങ്കിലും അണിഞ്ഞൊരുങ്ങിക്കോളൂ. എന്നാൽ ഷെഹൻഷായുടെ മനസ്സിൽ റുക്കിയുടെ സ്ഥാനം ആർക്കും പിടിച്ചെടുക്കാൻ പറ്റില്ല. ഷഹൻഷായുടെ മനസ്സിൽ നിനക്കൊരു സ്ഥാനമില്ല. അദ്ദേഹം റുക്കിയെ മാത്രമാണ് ശ്രദ്ധിച്ചത്. ഇവിടെ ആഗ്രയിൽ സ്ത്രീകൾ പരസ്പരം അസൂയാലുക്കളും പരസ്പരം മല്ലടിക്കുന്നവരുമായിരുന്നു. എന്നാൽ അവിടെ അമീറിൽ സ്ത്രീകളെല്ലാം തന്നെ പ്രശ്നങ്ങളെ നേരിടുന്നതിനായി ഒന്നായി തീരുകയായിരുന്നു. ഇടത്ത് ഞങ്ങളെ ഇങ്ങോട്ട് എന്തിനാ കൊണ്ടുവന്നത്? ഈ തുരങ്കം കാണിച്ചു തരാനായി. കാരണം അഥവാ യുദ്ധത്തിൽ നമ്മൾ പരാജയപ്പെട്ടാൽ ആ മുഗളന്മാരിൽ നിന്നും രക്ഷപ്പെടാൻ നമുക്കാകെ ഈ വഴി മാത്രമേ ഉള്ളൂ. ഈ വഴി നമ്മെ അമീറിന് പുറത്തേക്കാണ് എത്തിക്കുന്നത്. പിന്നെ എന്താ? പിന്നെ നമ്മുടെ മുമ്പിൽ 2 വഴികളെ ഉണ്ടാകൂ. ഒന്ന് എന്റെ രാജാവും മറ്റൊന്ന് ജോക്കട്ടും. ഇല്ല, അവിടുന്ന് ഇങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. മറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് ഇങ്ങനെയാണ്: നമുക്ക് എന്തായാലും വിജയമുണ്ടാകുമെന്ന്. നമ്മുടെ എല്ലാവരുടെയും ആ ചിന്ത നമ്മുടെ യോദ്ധാക്കൾക്ക് എന്തായാലും ശക്തിയായി മാറും. അതുമല്ല, ഇപ്പൊ പിതാവ് ഒറ്റയ്ക്കല്ലല്ലോ. അദ്ദേഹത്തെ സഹായിക്കാനായി ഭാൻപൂരം ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. അയ്യോ, ഏട്ടത്തിക്ക് എന്ത് പറ്റി? ഏട്ടത്തി ഗർഭിണിയാണ് ജോധ. സത്യമാണോ? നാം ഇപ്പോൾ തന്നെ പോയി ജേഷനോട് പറയട്ടെ. അദ്ദേഹത്തിന് ഒരുപാട് സന്തോഷമാകും. വേണ്ട വേണ്ട ജോധ. എന്തുകൊണ്ട് വേണ്ടെന്നാ പറയുന്നേ? ഇത് അമീറിന് ഒരുപാട് സന്തോഷമുള്ള കാര്യമാ. രാജാവ് ഭാർമലിന് ഇപ്പോൾ പേരെക്കുട്ടി ജനിക്കാൻ പോകുന്നു. മാതാശ്രീക്കും പിതാശ്രീക്കും എന്തുമാത്രം സന്തോഷമാകും. നാം ഇപ്പൊ തന്നെ പോയി എല്ലാവരോടും പറയട്ടെ. ജോധ വേണ്ട, ഇപ്പൊ വേണ്ട. എന്തു പറ്റി? ഏട്ടത്തെ എന്തിനാ ഇത്രയും സന്തോഷമുള്ള കാര്യം മറച്ചു വെക്കാൻ ശ്രമിക്കുന്നത്? എന്താ ജ്യേഷ്ഠൻ ഈ കാര്യത്തെക്കുറിച്ച് അറിയില്ലെന്നുണ്ടോ? ശരിയായ സമയം വരുമ്പോ അദ്ദേഹത്തിനോട് പറയാം. പിന്നെ എന്തുകൊണ്ട് ഇപ്പോൾ പറഞ്ഞുകൂടാ? കാരണം ഈ സമയം എല്ലായിടത്തും യുദ്ധഭീതി ഭരണുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഞാൻ ഗർഭിണിയാണെന്ന് കൂടി അദ്ദേഹം അറിഞ്ഞാൽ വല്ലാതെ പരിഭ്രാന്തനാകും. ഈ അവസരത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ ത്യജിക്കാൻ തയ്യാറായി കൂടിയിരിക്കേണ്ടതാണ്. നമ്മൾ സ്ത്രീകൾ എന്താ ത്യാഗം ചെയ്യാൻ വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടവരാണോ? അത് കണ്ടില്ലേ അമിത ബീഗം? ജലാലിന് മധുരം നൽകാൻ വേണ്ടിയാ അവര് വന്നിരിക്കുന്നത്. അതെന്റെ മാത്രം അവകാശമാണ്. അതെ, അത് ശരിയാണ്. അതറിയാമായിരുന്നിട്ടും അവര് വന്നിരിക്കുന്നു. അസ്സലാമു സന്തോഷമായി. ആഗ്രയിലേക്ക് വീണ്ടും സ്വാഗതം ജലാൽ. ഇത് നമുക്ക് വളരെ സന്തോഷമുണ്ടാക്കുന്ന നിമിഷമാണ്. ഇതാ മധുരം കഴിച്ചാലും. ഒരു നിമിഷം നിൽക്കൂ. ഇനി അങ്ങീ മധുരം കഴിച്ചോളൂ. അവിടുന്ന് എങ്ങനെയാണ് മല്ലിക യാസിമിനെ തടയുക മഹാമംഗ? അവിടുന്ന് മല്ലിക യാസിമിന്റെ സത്യസന്ധതയെ സംശയിച്ചോ? ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം മല്ലിക യാസിം. ഞാൻ നിങ്ങളുടെ ഉദ്ദേശത്തെ സംശയിക്കുന്നില്ല. ഞാൻ എന്റെ കടമ മാത്രമാണ് ചെയ്യുന്നത്. ഷെഹൻഷായുടെ ആരോഗ്യം എന്റെ ഉത്തരവാദിത്തമാണ്. അവിടുന്ന് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? സ്വന്തം അമ്മ ജലാലിനെ... ഞാൻ പറഞ്ഞു, ഞാൻ ആരിലും കുറ്റം ചുമത്താൻ പോകുന്നില്ലെന്ന്. ഞാൻ എന്റെ സംശയം അകറ്റുക മാത്രമാണ് ചെയ്യുന്നത്. ഒരു പക്ഷേ അതിൽ വിഷമുണ്ടായിരുന്നെങ്കിലോ? എങ്കിൽ എന്ത് സംഭവിക്കാനാണ്? എന്റെ പ്രാണൻ എന്റെ ഷെഹൻഷായ്ക്ക് വേണ്ടി ബലി കൊടുക്കപ്പെടുമായിരിക്കും. അവിടുന്ന് എന്നെക്കുറിച്ച് ചിന്തിക്കുന്ന അത്രയും ഞാൻ പോലും എന്നെ ശ്രദ്ധിക്കാറില്ല. ഇപ്പോൾ ഞാൻ ഈ മധുരം കഴിക്കുന്നത് അവിടുത്തെ കൈകൊണ്ട് മാത്രമായിരിക്കും.
അതെ, അതെന്തിനാ? അഥവാ ഞാൻ അമ്മയാണെങ്കിൽ അവിടുന്ന് ജലാലിന്റെ വളർത്തമ്മയല്ലേ? ഈ സ്ത്രീയെ നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. അങ്ങ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എന്തും ചെയ്യാൻ മടിയില്ലാത്തവളാണ് ആ സ്ത്രീ. ഈ അത്തറിന്റെ സുഗന്ധം ഇവിടെ പരക്കട്ടെ. അതങ്ങയുടെ ഹൃദയവും തലച്ചോറും പുളകിതമാക്കട്ടെ. എങ്ങനെയുണ്ട് ഷെഹൻഷാ ഈ സുഗന്ധം? സുബ്ഹാനല്ലാഹ്. റുക്കിയുടെ മനസ്സിലേക്കും ഈ കൊട്ടാരത്തിന്റെ അന്തപുരത്തിലേക്കും അങ്ങേക്ക് എന്റെ സ്വാഗതം ഷെഹൻഷാ. ഇതൊക്കെ എന്താണ് റുക്കയ്യ? കേളി, അങ്ങ് പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോയത്. വളരെ വാശിക്കാരിയാണ് അവിടുന്ന്. അത് ശരിയാണ്. ഒരു സ്ത്രീ ഇത്രയും എളുപ്പത്തിൽ ഈ സാമ്രാജ്യത്തിന്റെ ഷെഹൻഷായുടെ ഹൃദയമായി മാറിയിട്ടുണ്ടെങ്കിൽ വാശി എന്റെ അധികാരമാണ്. അങ്ങ് തോൽക്കാൻ തയ്യാറായിക്കോളൂ. അവസാന നീക്കം ഞാനാണ് നടത്തിയത്. ഇനി അങ്ങയുടെ അവസരമാണ്. ഈ നീക്കം ശരിയല്ലെന്ന് മാത്രമല്ല, അബദ്ധമായി പോയി ഷെഹൻഷാ. എന്താണ് ചെയ്യുക? അവിടെ നിന്ന് 4 ഭാഗത്തു നിന്നും തളച്ചല്ലോ. അങ്ങ് തോൽവി സമ്മതിക്കേണ്ടി വരും. അവിടത്തേക്ക് ഓർമ്മയുണ്ടോ? കുട്ടിക്കാലത്ത് ആദ്യമായി ഖാൻ ബാബ നമ്മുടെ കയ്യിൽ വാളെടുത്ത് തന്നപ്പോൾ നമ്മോട് എന്താണ് ചോദിച്ചത്? ഏറ്റവും ആദ്യം ആരെയാണ് കൊല്ലുന്നതെന്ന്. നാം പറഞ്ഞു നമ്മുടെ പരാജയത്തെ എന്ന്. കാരണം എങ്കിലേ നമുക്ക് വിജയിക്കാൻ സാധിക്കൂ. കാരണം നമുക്ക് പരാജയം തീരെ ഇഷ്ടമല്ല. എനിക്ക് വിജയം ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങയുടെ മനസ്സ് കീഴടക്കി സ്വന്തമാക്കിയത്. ഇതാ പിടിക്കൂ. നമുക്ക് കാണാം ഇന്ന് ആരെയാണ് കൊല്ലുക എന്ന്. വളരെ നല്ല നീക്കമാണ് അങ്ങ് നടത്തിയത്. അങ്ങയുടെ മനസ്സിൽ ഇത്രയും നല്ല ലക്ഷ്യമുണ്ടോ? എന്നിട്ടും എല്ലാവരുടെയും കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് അങ്ങ് ഇത്രയും ദിവസം എവിടെയായിരുന്നു? ആരോടും ഒന്നും പറഞ്ഞിട്ടുമില്ല. അങ്ങെന്താ ഒന്നും മിണ്ടാത്തത്? എന്തെങ്കിലും ആസൂത്രണം ചെയ്യുകയാണോ? അല്ലെങ്കിൽ കള്ളത്തരം കണ്ടുപിടിച്ചതുകൊണ്ട്? അതുകൊണ്ടാണോ മിണ്ടാത്തത്? നിന്നോട് എന്ത് വിളിക്കാനാണ്? കാരണം നീ ഒരു ബീഗം എന്നതിലുപരി നല്ലൊരു സുഹൃത്തും കൂടിയാണ്.
നാം അമീറിലേക്കാണ് പോയത്. അമീറിലോ? എന്തിന്? ശത്രുക്കളുടെ കണ്ണുകളിൽ വാൾ കൊണ്ട് സുറുമ എഴുതാൻ, അവരെ നേരിൽ കണ്ട് വെല്ലുവിളിക്കാൻ. ഇപ്പോ നീയും രക്ഷപ്പെട്ടോളൂ. ഇതാ നമ്മുടെ നീക്കം നാം നടത്തുന്നു. ഇപ്പോൾ അങ്ങക്ക് തെറ്റുപറ്റിയിരിക്കുകയാണ്. ഇവിടെ എന്റെ നീക്കം നടത്തുന്നു. ഇതാ അവസാനിപ്പിച്ചു. അവിടത്തേക്ക് വിജയാശംസകൾ. ശല്യം ചെയ്യുന്നതിൽ ക്ഷമിക്കണം ബീഗം. എന്തുപറ്റി? എന്താ കാര്യം? കാര്യം ഇതാണ്, ഷെഹൻഷാ വരുന്ന വിവരം അറിഞ്ഞതു മുതൽ എങ്ങും ഉത്സവം തന്നെയാണ്. എല്ലാവരും എല്ലായിടവും അലങ്കരിക്കുന്നു. കാരണം ഷെഹൻഷായുടെ കണ്ണുകൾ പതിയാൻ വേണ്ടി അവരവിടെ എല്ലാം ഒരുക്കങ്ങൾ ചെയ്തിരിക്കുന്നു. ബീഗം, മറ്റുള്ളവരവിടെ ആകെ അസ്വസ്ഥരായിരിക്കുകയാണ്. അള്ളാഹുവാണേ സത്യം, എനിക്കിവിടെ നിൽക്കാനേ തോന്നിയില്ല. ഇപ്പോൾ ഈ പ്രശ്നവും അവിടുന്ന് തന്നെ പരിഹരിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ പ്രശ്നങ്ങൾക്ക് കാരണം അങ്ങാണ് ഷെഹൻഷാ. എല്ലാവരും അങ്ങയുടെ കണ്ണിൽ പതിയണമെന്ന് ആഗ്രഹിക്കുന്നു. അങ്ങ് വരുന്ന വഴി ഒന്നും തന്നെ ശ്രദ്ധിച്ചില്ല. അങ്ങയുടെ ഒരു നോട്ടത്തിനായി കാത്തുനിന്ന ആരെയും. പക്ഷെ നാം ഇവിടെ വന്നത് സൈനിക ഒരുക്കങ്ങൾക്കായാണ്. അപ്പൊ ഇത് പറഞ്ഞാലും എന്റെ അടുത്തേക്ക് വന്നത് വഴിതെറ്റി വന്നതാണോ? നാം മനഃപൂർവ്വമാണ് ഇവിടേക്ക് വന്നത്. എന്തിന്? കാരണം നീ വ്യത്യസ്തയാണ്. അവർക്കെല്ലാം സൗന്ദര്യമുണ്ടാകാം, എന്നാൽ മനസ്സിലാക്കാൻ സാധിക്കില്ല. പക്ഷെ നീ അങ്ങനെയല്ല. നീ മാത്രമാണ് നമ്മെ കുട്ടിക്കാലം മുതൽ അറിയുന്നത്, മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ബീഗം. ഞാൻ നിന്നിൽ ആകൃഷ്ടനുമാണ്. അങ്ങേക്ക് ഇഷ്ടപ്പെട്ട സുഗന്ധം. നമ്മുടെ എല്ലാ ഇഷ്ടങ്ങളും നിനക്ക് നന്നായി അറിയാം. അതങ്ങനെ ആകണമല്ലോ. അങ്ങ് സുഹൃത്താണ്, ഭർത്താവാണ്, ഷെഹൻഷായുമാണ്. എന്നാൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? സൗഹൃദത്തെ ഒരിക്കലും കുറച്ചു കാണാൻ കഴിയില്ല. പിന്നെ ഭർത്താവും ഷെഹൻഷായും. അങ്ങ് ഭർത്താവായിരിക്കുമ്പോൾ ഞാൻ അങ്ങയുടെ ബീഗമാണ്. എന്നാൽ അങ്ങ് ഷെഹൻഷായാകുമ്പോൾ നാം അങ്ങയുടെ പ്രജയും. പക്ഷെ നീ എന്താകാനാണ് ആഗ്രഹിക്കുന്നത്? അങ്ങനെ ഒരു പെൺകുട്ടി, അവളുടെ മുന്നിൽ സുഹൃത്ത് അവളുടെ ഹൃദയവും, ഭർത്താവ് അഭിമാനവും, പിന്നെ ഷെഹൻഷാ സ്വന്തം തല കുനിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ബീഗം റുഖിയ, നാം ഇപ്പോൾ വരാം. പിന്നെ അമീറിനെ കുറിച്ചുള്ള ബാക്കി കാര്യങ്ങൾ നമുക്ക് രാത്രിയിൽ സംസാരിക്കാം. അല്ലെങ്കിലും അവൾ ആരാണ് ന്യായം വിധിക്കാൻ മാത്രം? ഷെഹൻഷായ്ക്ക് പ്രിയപ്പെട്ടവളല്ലേ? ഞാൻ എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ഒന്നു മാത്രമാണ്, ഇങ്ങനെ സംഭവിക്കണമേ എന്ന്. ഈ റുഖിയോടുള്ള ഇഷ്ടം ഷെഹൻഷായുടെ മനസ്സിൽ നിന്നും ഇല്ലാതാകണമേ എന്ന്. മനസ്സ്. ഷെഹൻഷായുടെ ഹൃദയത്തിൽ മനസ്സൊന്നൊന്നില്ല. പിന്നെ തലച്ചോറിൽ നാം നിറഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? പിന്നെ എവിടെ പോയെന്നാ പറയുന്നത് എന്റെ മോതിരം? എനിക്കെങ്ങനെ അറിയാം? ഞാൻ നിങ്ങളുടെ മോതിരമൊന്നും എടുത്തിട്ടില്ല. നിങ്ങൾക്കിടയിൽ ഇവിടെ എന്താണ് പ്രശ്നം? ബീഗം റുഖിയ, ഇവളുടെ മോതിരം നഷ്ടപ്പെട്ടിരിക്കുന്നു. എങ്കിലും അന്വേഷിക്കൂ. അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, എന്റെ ഏറ്റവും വിലപിടിപ്പുള്ള മോതിരം ഷെഹൻഷാ എനിക്ക് സമ്മാനമായി നൽകിയത് അത് നസീമയുടെ കയ്യിലുണ്ടെന്ന്. ബീഗം റുഖിയ, എനിക്ക് മോതിരം മോഷ്ടിക്കേണ്ട കാര്യം എന്താണ്? എനിക്ക് എന്ത് കുറവാണുള്ളത് ആ മോതിരം മോഷ്ടിക്കാൻ മാത്രം?